മനുഷ്യൻ പറയുകയാണ് ലോകം മുഴുവനും അയാളെ തകർക്കാൻ ശ്രമിക്കുകയാണ്, കോർണർ ചെയ്യാൻ ശ്രമിക്കുകയാണ്, കൊല്ലുവാൻ ശ്രമിക്കുകയാണ്, ഗവൺമെന്റ് കൊല്ലാൻ ശ്രമിക്കുന്നു, ഞങ്ങൾ കൊല്ലാൻ ശ്രമിക്കുന്നു, തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് ലോകം മുഴുവനും അങ്ങനെ ചെയ്യുന്നു എന്നൊരാള് അവകാശപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ വിശ്വസിക്കുകയാണെങ്കിൽ അത് ലോകത്തിന്റെ മുഴുവനും കുഴപ്പമാണോ അതോ അയാളുടെ ചിന്തകളുടെ കുഴപ്പമാണോ എന്നുള്ളത് വിലയിരുത്തേണ്ടത്. അപ്പൊ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറൊരു കാര്യം കൂടിയുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സിനിമാ സംവിധായകൻ സനൽകുമാറിനെ കുറിച്ചാണ്. അങ്ങനെ പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നമ്മുടെ മഞ്ജു വാര്യറിന്റെ പുറകെ നടന്ന് ശല്യം ചെയ്ത ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആരാണെന്ന് മനസ്സിലാവും. എന്തായാലും ഈ സനൽകുമാറിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിലും മറ്റും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറയുന്നത്. എന്താണ് ഏതാണെന്ന് എല്ലാവർക്കും ഏകദേശം അറിയാം ഈ കാര്യങ്ങൾ. നമ്മൾ ഇതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അറിയാത്തവർക്കായിട്ട് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് 2 വർഷം മുമ്പ് സനൽകുമാർ ഫേസ്ബുക്കില് കുറെ പോസ്റ്റുകളും കാര്യങ്ങളും ഇട്ട് പിന്നെ ഈ നമ്മുടെ മഞ്ജു വാര്യറിനോട് ഭയങ്കര മൂത്ത പ്രണയമായിരുന്നു. അങ്ങനെ പ്രണയം കൂടി അസ്ഥിക്ക് പിടിച്ചിട്ട് പുള്ളിക്കാരൻ ഇവരുടെ പുറകെ നടന്ന് ശല്യമൊക്കെ ചെയ്ത് അന്ന് നമ്മുടെ മഞ്ജു വാര്യർ കേസൊക്കെ കൊടുത്തതായിരുന്നു. കേസ് കൊടുത്ത് അങ്ങനെ അത് വാൺ ചെയ്ത് വിട്ടു എല്ലാം കഴിഞ്ഞ് പുള്ളിക്കാരൻ നാട് വിട്ട് US-ലെങ്ങാണ്ട് പോയി കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഈ 2 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ ഒരു സംഭവം വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനെ ആരോ പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മഞ്ജു വാര്യറിന്റെ ആ ഒരു സൗണ്ടില് പുള്ളിയുടെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തായിരുന്നു. ഒരു 45 മിനിറ്റും പിന്നെ വേറൊരു 25 മിനിറ്റുള്ള ഒരു വോയിസ് ക്ലിപ്പും പുറത്തു വന്നു. അതിനകത്തെന്ന് പറയുന്നത് പുള്ളി 45 മിനിറ്റുള്ള വോയിസിലെന്ന് പറയുന്നത് ഭയങ്കര ഇവർ രണ്ടുപേരും ഭയങ്കര 2 വർഷമായിട്ട് കടുത്ത പ്രണയം എന്നുള്ള രീതിയിലാണ് സംസാരവും കാര്യങ്ങളും ഒക്കെ. അപ്പൊ അത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും, വ്യക്തമായിട്ട് മനസ്സിലാവും അത് മഞ്ജു വാര്യറിന്റെ സൗണ്ട് അല്ല എന്നുള്ളത്. കാര്യം അത് ഒരു തമിഴ് ടച്ചുള്ള ഒരു വോയിസ് ആയിരുന്നു. അപ്പം വേറെ ആരോ പറ്റിക്കുകയായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഈ സനൽകുമാറിന്റെ ഒരു നാടകമായിരിക്കാം. കാര്യം ഇങ്ങനെ സൗണ്ട് ഏകദേശം സാമ്യമുള്ള ഒരു തമിഴത്തിനെ കൊണ്ട് റെക്കോർഡ് വിളിപ്പിച്ച് ഇങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തതായിരിക്കാം, ഇങ്ങനെ ഒരു കാര്യം ക്രിയേറ്റ് ചെയ്തതായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതൊക്കെയാണ് സംഭവം. അങ്ങനെ വീണ്ടും മഞ്ജു വാര്യർ കേസ് കൊടുത്തു. അങ്ങനെ വീണ്ടും അതിന്റെ ഒരു പ്രശ്നത്തിൽ ഇതായതാണ്. പിന്നെ ആദ്യം 2 വർഷം മുമ്പ് ഇതുപോലെ കേസ് കൊടുത്തിട്ട് ഒരു നാടകീയ രംഗത്തിലൂടെയാണ് പുള്ളിക്കാരനെ പിടിച്ചത്. ലൈവ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പോലീസുകാരെ വന്ന് പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ കുറെ വിഷയങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ പുള്ളി US-ലായതുകൊണ്ട് പുള്ളിനെ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോ ഇതൊക്കെയാണ് അവിടെ മഞ്ജു വാര്യറിന്റെ വിഷയം. പിന്നെ അതല്ലാതെ ഇപ്പൊ ഞാൻ വന്ന മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോവിനോ തോമസിനെ വെച്ച് ഈ സനൽകുമാർ എന്ന് പറയുന്ന സംവിധായകൻ നമ്മുടെ ടോവിനോ തോമസിനെ വെച്ചിട്ട് വഴക്ക് എന്ന് പറയുന്ന ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് 8 മാസം മുമ്പ് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പോ ആ വാർത്ത പലരും ശ്രദ്ധിച്ചു കാണും. എന്തായാലും നമുക്ക് ആ വാർത്തയൊന്ന് കണ്ടു നോക്കാം. സംവിധായകൻ സനൽകുമാർ ശശിധരനും നടൻ ടൊവിനോയും തമ്മിൽ വാക്കുതർക്കത്തിനിടയാക്കിയ വഴക്ക് സിനിമാ വിവാദം പുതിയ തലത്തിൽ. സിനിമയുടെ ലിങ്ക് സനൽകുമാർ ശശിധരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതോടെ വിവാദം പുതിയ തലത്തിൽ എത്തിയിരിക്കുകയാണ്. സിനിമ റിലീസ് ചെയ്യാൻ ടൊവിനോ അനുവദിക്കുന്നില്ല എന്ന ആരോപണത്തിന് പിന്നാലെയാണ് സംവിധായകൻ സിനിമ FBയിൽ പങ്കുവച്ചത്. പ്രേക്ഷകർക്ക് കാണാനുള്ളതാണ് സിനിമയെന്നും എന്തുകൊണ്ട് ഇത് പുറത്തു വരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാമെന്നുമുള്ള കുറിപ്പോടെയാണ് 1 മണിക്കൂർ 33 മിനിറ്റുള്ള സിനിമയുടെ ലിങ്ക് സനൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. തന്റെ കരിയറിനെ ബാധിക്കുമെന്ന് തോന്നലുള്ളതുകൊണ്ട് വഴക്ക് തിയേറ്ററിലോ OTTയിലോ റിലീസ് ചെയ്യാൻ ടൊവിനോ ശ്രമിക്കുന്നില്ല എന്നായിരുന്നു സംവിധായകന്റെ ആരോപണം. എന്നാൽ സംവിധായകന്റെ ആരോപണം ശരിയല്ലെന്ന് വ്യക്തമാക്കിയ ടൊവിനോ സനൽകുമാർ ശശിധരനോടുള്ള ബഹുമാനം കൊണ്ടായിരുന്നു വഴക്കിന്റെ പ്രൊഡക്ഷൻ ഏറ്റെടുത്തതെന്നും 27 ലക്ഷം മുടക്കുകയും 1 രൂപ പോലും തനിക്ക് ശമ്പളമായി കിട്ടിയില്ലെന്നും പ്രതികരിച്ചിരുന്നു. എന്നാൽ ടൊവിനോ കള്ളം പറയുന്നുവെന്ന് ആരോപിച്ചതിന് പിന്നാലെയാണ് വഴക്കിന്റെ പ്രിവ്യൂ കോപ്പിയുടെ ലിങ്ക് ആർക്കും സൗജന്യമായി കാണാവുന്ന വിധത്തിൽ സനൽകുമാർ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. പുള്ളിക്കാരൻ പറയുന്നത് വഴക്ക് റിലീസ് ചെയ്യാനായിട്ട് ടൊവിനോ തോമസ് സമ്മതിക്കുന്നില്ല, ടൊവിനോ തന്നെ തകർക്കാൻ ശ്രമിക്കുന്നു, തിയേറ്ററിലോ OTTയിലോ ഇത് റിലീസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ പുള്ളിക്കാരൻ ചെയ്തു വെച്ച പണി എന്താണെന്ന് വെച്ചാൽ സിനിമ എടുത്തപാടെ അങ്ങോട്ട് ഫേസ്ബുക്കിലേക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്തു. ഏതെങ്കിലും ബുദ്ധിയുള്ളവർ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു സിനിമ എന്ന് പറയുന്നത് കോടികളൊക്കെ മുടക്കി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതിങ്ങനെ സ്വയം ഫേസ്ബുക്കിലിട്ട് ഇതൊക്കെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തായാലും ഇതേ സനൽകുമാർ തന്നെ 2 ദിവസം മുന്നേ വന്ന ലൈവിൽ കാരണം ഇതേപോലെ തന്നെ ഒരു മഞ്ജു വാര്യറിനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും FBയിൽ ഇടുമെന്നും പറഞ്ഞായിരുന്നു ഒരു ലൈവ് വന്നത്. ഞാൻ ആ പറയുന്ന പോർഷൻ ഒന്ന് കേൾപ്പിച്ചു തരാം. This film, Kayatam, we shot it in the Himalaya. Many people come together to make the film, risking their life. And it is my duty, I think, to release the film for the audience, because these people who collaborated to make this film
did that, risking their life to showcase their talents. So I have to do this, and I will publish the film online for free tomorrow. കണ്ടോ? പക്ഷെ പുള്ളിക്കാരൻ ഇതുവരെ റിലീസ് ചെയ്തില്ല കേട്ടോ. ഇത് തന്നെയാണ് പുള്ളിക്കാരന്റെ പരിപാടി എന്ന് തോന്നുന്നു. ഇതിപ്പോ റിലീസ് ചെയ്യാനുള്ള റീസൺ ആയിട്ട് പുള്ളിക്കാരൻ പറയുന്നത് മഞ്ജു വാര്യരുടെ സിനിമ റിലീസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, മഞ്ജു വാര്യരുടെ പിന്നിൽ ആരൊക്കെയോ കളിക്കുന്നുണ്ടെന്നൊക്കെയാണ്. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ടൊവിനോ മൂവി റിലീസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ വഴക്കെന്ന് പറയുന്ന മൂവി ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തു. ഇതേ സിമിലർ ആയിട്ടുള്ള കാര്യം തന്നെയാണ് മഞ്ജു വാര്യരെ വെച്ച് പുള്ളിക്കാരനും പറയുന്നത്. നമുക്ക് എന്തായാലും അന്ന് ടൊവിനോ പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ടുകൊണ്ടാവും. അതിനുശേഷം പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ആ ഫിലിം ഫെസ്റ്റിവലിന്റെ ആൾക്കാർ നമ്മളുടെ സിനിമയെ റിജക്ട് ചെയ്തു, ഒരു ഇന്റർനാഷണൽ കോക്കസ് നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, പുള്ളിയെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ എന്റെ അമ്മോ അങ്ങനെയൊക്കെ ഉണ്ടാവൂ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നീട് പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു ആ സിനിമ പക്ഷെ എന്നാലും നമ്മൾ വേറെ ഫെസ്റ്റിവൽസ് വിടാൻ പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ചില ഫെസ്റ്റിവൽസിൽ നമുക്ക് കിട്ടുകയും ചെയ്തു, അപ്പൊ ചില ഫെസ്റ്റിവലുകൾ റിജക്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ആ സിനിമയുടെ ഗണത്തിൽപ്പെടുന്ന സിനിമകളെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽസും ഉണ്ട്, അല്ലാത്ത ഫെസ്റ്റിവൽസും ഉണ്ട്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു വഴക്ക് നല്ല സിനിമയാണ് എന്നാണ്. ഒരിക്കലും ഞാൻ എന്റെ ഒരു സിനിമയും ഡിസോൺ ചെയ്യില്ല. നല്ലതായാലും ചീത്തയായാലും വിജയമായാലും പരാജയമായാലും ഞാൻ എന്റെ ഏത് സിനിമയും, ഞാൻ ചെയ്തിട്ടുള്ള സിനിമ ഞാൻ കഥ കേട്ട് ഞാൻ ആ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു സിനിമയും ഞാൻ ഡിസോൺ ചെയ്യില്ല. അങ്ങനെ പുള്ളി ഇതിനു ശേഷം നമുക്ക് IFFK സ്ക്രീൻ ചെയ്യാനായിട്ട് അവസരം കിട്ടി. അപ്പൊ ആ സമയത്തും പുള്ളി പറഞ്ഞു IFFK ആൾക്കാരെ തകർക്കാൻ ശ്രമിക്കുകയാണ്, സ്ക്രീനിങ്ങിന് സമ്മതിക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ IFFK അത് സെലക്ട് ചെയ്യുകയും അത് സ്ക്രീൻ ചെയ്യുകയും ചെയ്തു. അന്ന് ഞാൻ അജയന്റെ 2ാം വർഷം എന്നുള്ള സിനിമയുടെ ഷൂട്ടിന് വേണ്ടിയിട്ട് കാസർഗോഡായിരുന്നു. അവിടെ നിന്ന് ഞാൻ തിരുവനന്തപുരത്ത് വരികയും ഞാൻ ഈ സിനിമയുടെ ഫസ്റ്റ് സ്ക്രീനിങ്ങിന് ആളുകളുടെ കൂടെ ഇരുന്ന് സിനിമ കാണുകയും ചെയ്തതാണ്. അതിനുശേഷം അവിടെ നിറച്ച ആളുണ്ടായിരുന്നു വഴക്ക് കാണാനായിട്ട്, തിയേറ്ററിന് പുറത്ത് വഴക്കെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാരത് ഇഷ്ടപ്പെടുകയും ഞാൻ അവരുടെ ആൾക്കാരോട്ട് സംബന്ധിച്ചതാണ് അന്നത്തെ ദിവസം ഈ സിനിമയെ പറ്റിയിട്ട്. അതിനുശേഷം പുള്ളി എന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു നമുക്കിത് തിയേറ്ററിൽ റിലീസ് ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഒരിക്കലും തിയേറ്റർ റിലീസിന് എതിര് നിൽക്കില്ല. കാര്യം വെച്ചാൽ പുള്ളി പറഞ്ഞത് വേറെ ഒരാളെ കൊണ്ടുവന്നിട്ട് അയാളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിച്ചിട്ട് നമുക്ക് റിലീസ് ചെയ്യാം, അതിന്റെ റിസ്ക് അവരെടുത്തോട്ടെ എന്ന് പറയുന്ന സമയത്ത് എനിക്കതൊരു ഒരാളെ കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് അവരെ കൊണ്ട് റിസ്ക് എടുപ്പിച്ചിട്ട്, കാര്യം ഇത് പുള്ളി അന്ന് ആ തിയേറ്ററിൽ IFFK വരുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് അക്കാഡമിക് നിലവാരമുള്ള സിനിമകൾ, അങ്ങനെയുള്ള സിനിമകൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണ്. അവര് അത്രയും താല്പര്യത്തോടെ അത് കണ്ടു എന്ന് വിചാരിച്ചിട്ട് നമ്മളിതൊരു വൈഡ് റിലീസ് ഒക്കെ ചെയ്തിട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആൾക്കാർ തിക്കിത്തള്ളി കയറുന്ന ഒരു സിനിമ ആയിരിക്കില്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. കാര്യം നമ്മൾ ഓരോ സിനിമയും ചെയ്യുന്ന സമയത്ത് ആ സിനിമയുടെ ഓഡിയൻസ് എന്താണ് എന്ന് ചിന്തിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഭയങ്കര മൂവി ബഫ്സും അങ്ങനത്തെ എന്തൂസിയാസ്റ്റും ആയിട്ടുള്ള ആൾക്കാരാണ് ഈ സിനിമ എൻജോയ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, പുള്ളി അത് മിസ്ഇന്റർപ്രറ്റ് ചെയ്തിട്ടാണ് ആ പോസ്റ്റർ എഴുതിയിരിക്കുന്നത്. പക്ഷെ ആ വോയിസ് ക്ലിപ്പ് എന്റെ ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പൊ എനി ഡേ ആർക്ക് വേണമെങ്കിലും അത് ഞാൻ കേൾപ്പിച്ചു തരാം. ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചേട്ടാ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, നമ്മൾ IFFK കണ്ട ആൾക്കാരൊന്നും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഈ പടം തിയേറ്ററിൽ വന്ന് കാണുന്ന ആൾക്കാരല്ല. അപ്പോൾ ഈ സിനിമ നമ്മൾ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയാണ് സിനിമയും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാവുന്നവർക്കറിയാം. ഇത് ദിവസങ്ങൾക്കുള്ളിൽ ആൾക്കാർ കുറവാണെന്നും പറഞ്ഞിട്ട് അത് ഒരു പരാജയ ചിത്രം ഒന്ന് കണക്കിലെടുത്ത് അതിനെ എന്താ പറയാ ഹോൾഡ് ഓവറായി പോകും. അപ്പൊ എന്ന് വെച്ചാൽ ആ സിനിമ അർഹിക്കുന്ന റെസ്പെക്ട് അല്ലെങ്കിൽ ആ സിനിമ അർഹിക്കുന്ന ഓഡിയൻസിലേക്ക് അത് എത്തുകയില്ല. നമ്മൾ ഓരോ സിനിമയും പ്രൊമോട്ട് ചെയ്യുമ്പോഴും ഒക്കെ അത് നമ്മൾ ആൾക്കാരെ പറ്റിച്ചൊന്നും തിയേറ്ററിൽ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിനെ റൈറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതിന് ഞാൻ പറഞ്ഞത് പുള്ളിയുടെ അടുത്ത് ചേട്ടാ OTT-ലൊക്കെ നമ്മൾ ഡയറക്റ്റ് റിലീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഓഡിയൻസിലേക്ക് എത്താൻ പറ്റും. അതല്ലെങ്കിൽ ഹോൾഡ് ഓവറായി പോയൊരു സിനിമയാണ്. അത് ശരി. അപ്പൊ ഇതാണ് സിനിമയുടെ പിന്നാമ്പുറത്ത് നടന്നത്. പറഞ്ഞത് മനസ്സിലായോ? ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യണമെന്ന് സനൽകുമാർ തീരുമാനിച്ചു. സ്വാഭാവികമായിട്ട് ഈ സിനിമയുടെ കോ പ്രൊഡ്യൂസറാണ് നമ്മുടെ ഈ ടൊവിനോ തോമസ്. പുള്ളിക്കാരൻ 27 ലക്ഷത്തോളം എന്തോ ഇതിനകത്ത് മുടക്കിയിട്ടുണ്ട് ഈ സിനിമ നിർമ്മിക്കാൻ. അപ്പോ സ്വാഭാവികമായിട്ടും ടൊവിനോ പറഞ്ഞ് നമുക്ക് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതിന് പകരം ഇത് OTT-ൽ റിലീസ് ചെയ്തൂടെ എന്ന് ചോദിച്ചു. പുള്ളിക്കാരൻ എന്തായാലും തിയേറ്ററിൽ റിലീസ് ചെയ്യാനായിട്ട് എതിരെ നിന്നിട്ടില്ല. ഇങ്ങനെ ഒരു ഒപ്പീനിയൻ പറഞ്ഞേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ടൊവിനോ പറഞ്ഞതിൽ ചിലപ്പോൾ കാര്യം കാണും. കാര്യം എല്ലാ സിനിമയും തിയേറ്ററിൽ വന്നുകൊണ്ട് റിലീസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ വിജയിക്കണമെന്നില്ല. OTT-ൽ വന്ന് വിജയിച്ച സിനിമകൾ ഒരുപാടുണ്ട്. ചിലപ്പോൾ OTT-ൽ റിലീസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് വമ്പൻ ഹിറ്റായിട്ട് മാറാറുണ്ട്. അങ്ങനെയുള്ള എത്രയോ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ ആ ഒരു മൈൻഡ് വെച്ചിട്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചത്. പുള്ളിക്കാരൻ അത് എടുത്തത് വേറൊരു അർത്ഥത്തിലാണ്. ഈ അഭിപ്രായത്തെ പുള്ളിക്കാരൻ എടുത്തത് ടൊവിനോ തന്നെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു അല്ലെങ്കിൽ തകർക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നൊക്കെയാണ്. അപ്പൊ ഈ സിനിമ OTT-ൽ റിലീസ് ചെയ്യാനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി ആ സമയത്തുണ്ടായ പ്രതിസന്ധിയെ കുറിച്ചൊക്കെ ടൊവിനോ പറയുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. പിന്നെ OTT സെയിൽസ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെന്നപ്പോൾ ഈ പോളിസീസ് അംഗീകരിക്കാത്തത് മാത്രമല്ലായിരുന്നു പ്രശ്നം, ഇദ്ദേഹത്തിന്റെ സോഷ്യൽ പ്രൊഫൈലും ഒരു പ്രശ്നമായിരുന്നു. സനലേട്ടൻ ആൾക്കെതിരെ ഒരു കേസും അറസ്റ്റും ഒക്കെ നടന്നതാണ്.
OTT പോളിസീസിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞാൽ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് അവർ നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്നത് വരെ അവരുടെ സിനിമകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് ഈ കോർപ്പറേറ്റുകൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അത് വിൽക്കാൻ പറ്റാതിരുന്നത്. ഇതാണ് സത്യാവസ്ഥ. പുള്ളിയും ശ്രമിച്ചു. പുള്ളി തന്നെ ഗോകുലിനോട് പറയേണ്ട, പുള്ളി തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ശ്രമിച്ചിട്ടും നടന്നില്ല. അതിന്റെ കാരണങ്ങൾ ഇതാണ്. ഞാനിത് കഴിഞ്ഞിട്ട് അക്കാഡമിക് സർക്കിളിലുള്ള വേറെയും സിനിമകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്റെ കരിയർ ഏതെങ്കിലും ഒരു സിനിമ അക്കാഡമിക് സർക്കിളിലുള്ള സിനിമ ചെയ്തിട്ട് ആ സിനിമ സാമ്പത്തിക ലാഭം കിട്ടാതെ വരുമ്പോൾ തകർന്നു പോകുന്നൊരു കരിയറാണെന്നൊരു തോന്നൽ എനിക്കുണ്ടെങ്കിൽ ഞാൻ അദൃശ്യജാലകങ്ങൾ പോലൊരു സിനിമ കോ പ്രൊഡ്യൂസറായിട്ട് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുകയും അത് തിയേറ്ററിൽ റിലീസ് ചെയ്തതാണ്. അന്നൊരു ദിവസം ഫുൾ ഞാൻ പ്രൊമോഷൻ വന്നിരുന്നത് ഇവിടുത്തെ എല്ലാ മീഡിയാസും കണ്ടതാണ്. ഡോക്ടർ ബിജു സാറും അതിന്റെ പ്രൊഡ്യൂസറായിട്ടുള്ള രാധികയും എല്ലാവരും ഉണ്ടായിരുന്നു. എന്നിട്ട് ആ സിനിമ നമ്മൾ OTTയിലും അവർ വാങ്ങി. കാരണം പോളിസീസ് അംഗീകരിക്കാൻ തയ്യാറായിരുന്നു. സോഷ്യൽ പ്രൊഫൈല് ഡോക്ടർ ബിജു സാറിന്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും നല്ലതാണ്. കണ്ടോ, ഇത് ഇപ്പം മുമ്പ് നമ്മുടെ മഞ്ജു വാര്യറിന്റെ പിന്നാലെ ഈ പുള്ളിക്കാരൻ നടന്നതിനെ കുറിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അത് ചൂണ്ടിക്കാട്ടിയിട്ടാണ് OTTക്കാര് പുള്ളിക്കാരന്റെ പടം എടുക്കൂല എന്ന് പറഞ്ഞത്. അത് ടൊവിനോ ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് വെച്ച് പുള്ളിക്കാരൻ എന്താക്കി, വഴക്ക് സിനിമ നേരെ കൊണ്ടുപോയി ഓൺലൈനിലിട്ട്. നല്ലൊരു സിനിമയെ പുള്ളിക്കാരൻ ഇങ്ങനെ നശിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിനിമ കൊണ്ട് ഇപ്പൊ ആർക്കും ഒരു ഒന്നും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് മാറി. നല്ല ടാലന്റ് ഉണ്ട്, കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെയോ സിനിമ ചെയ്ത് കുറെ അവാർഡുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഈ പുള്ളിക്കാരനെ കുറിച്ച് പറയുന്നു. അതൊക്കെ ശരി തന്നെ. പക്ഷെ ഈ പുള്ളിക്കാരൻ എന്തോ മാനസികമായിട്ടുള്ള എന്തോ അസുഖമുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. മഞ്ജു വാര്യറിനോട് ചെയ്യുന്ന ഈ കാര്യമാണെങ്കിലും, മഞ്ജു വാര്യർ ഇപ്പൊ വോയിസ് ക്ലിപ്പ് പുറത്തു വന്ന ആ ഒരു കാര്യമാണെങ്കിൽ, ഈ പുള്ളിക്കാരന് ബോധമില്ലേ? ഈ സൗണ്ട് കേട്ടാ അറിയത്തില്ല, ഈ തമിഴത്തിയെ കൊണ്ട് ഇങ്ങനെ സംസാരിപ്പിച്ചാൽ അത് മഞ്ജു വാര്യർ ആണെന്ന് പറയാനുള്ള ബോധമില്ലേ? പിന്നെ അതുപോലെ തന്നെ ഈ OTTയുടെ കാര്യവും പറഞ്ഞ് ഈ ടൊവിനോയായിട്ട് ഇത്രയും വഴക്കടിക്കാൻ, ആ പേര്, സിനിമയുടെ പേര് തന്നെ വഴക്കെന്നാണ്, അത് തന്നെ വഴക്കടിച്ച് കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പറ്റത്തില്ല, അത് പിന്നെ അതിനേക്കാളും ചിലപ്പോൾ കൂടുതൽ ഓടുന്നത് OTTയിലായിരിക്കും എന്ന് പറഞ്ഞ് അതിലൊരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ഇങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താണ്? പുള്ളിക്കാരൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്നെ തകർക്കാൻ ശ്രമിക്കുകയാണ്, OTTയിൽ പിന്നെ റിലീസ് ചെയ്ത് തകർക്കാൻ ശ്രമിക്കുക. ഇപ്പൊ പുള്ളിക്കാരൻ കാണിച്ച എന്തുവാണ്? അത് സ്വന്തമായിട്ട് സ്വയം തകർത്തതല്ലേ പുള്ളിനെ. പുള്ളിക്കാരൻ എല്ലാ കാര്യങ്ങളും എക്സ്ട്രീം ആയിട്ടാണ് എടുക്കുന്നത്. ഈ മഞ്ജു വാര്യറിന്റെ വിഷയമാണെങ്കിലും ഈ നമ്മുടെ ടൊവിനോയുടെ വിഷയമാണെങ്കിലും എക്സ്ട്രീം ലെവലിലേക്കാണ് പോകുന്നത്. ഇതിന്റെ ഭവിഷ്യത്തുകൾ പുള്ളിക്കാരനെ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ. അത് ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടായിരിക്കും. പുള്ളിക്കാരന് നല്ല പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ആൾക്കാരിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ആവർത്തിക്കാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ. അപ്പൊ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? അത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.